തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നിലപാട് പറയാം, ഉത്തരവിടാമെന്നായിരുന്നില്ല കോടതി വ്യക്തമാക്കിയിരുന്നത്. ഇതെപ്പോഴാണ് കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് വിഷ്ണു? പാലിയേക്കരയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജികളിലാണ് ഇന്ന് ഹൈക്കോടതി തീരുമാനം വ്യക്തമാക്കാൻ പോകുന്നത്. ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ ഏതൊക്കെ ഇടങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട് എന്നതടക്കം വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഈ ടോൾ പിരിവ് അനുവദിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകും. ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അവിടെ റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി ടോൾ പിരിവ് നിലവിൽ വിലക്കിയിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്നാണ് ഹൈക്കോടതി തീരുമാനം വ്യക്തമാക്കുക. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ചായിരിക്കുമല്ലോ അല്ലെ കോടതി ഉത്തരവ് പറയുക, അല്ലെ വിഷ്ണു? ഉന്മേഷ, ഏകദേശം 39 ദിവസം പിന്നിടുന്നു പാലിയേക്കരയിൽ ടോൾ പിരിവിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഹൈക്കോടതിയിൽ പറഞ്ഞത് ടോൾ പിരിക്കാൻ അനുമതി നൽകണം, ഞങ്ങൾ കൃത്യമായി അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കിയെന്നാണ്. എന്നാൽ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം അതിൽ തീരുമാനമെടുക്കാമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകി. അതിൽ ഇന്നലെ അദ്ദേഹം വാക്കാൽ നടത്തിയ പരാമർശം 18 ഇടങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിൽ 13 ഇടങ്ങളിലെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. ബാക്കി 5 ഇടങ്ങളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നു എന്നായിരുന്നു കളക്ടർ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചത്. ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം പഠിച്ച ശേഷം ഇന്ന് ഹർജി പരിഗണിക്കാമെന്ന് ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ആദ്യത്തെ ഐറ്റമായി തന്നെ ഇത് പരിഗണിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ടോൾ പിരിവ് അത് റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് NHAയുടെ ആവശ്യം. വിലക്കേർപ്പെടുത്തിയ നടപടി റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് NHAയുടെ ആവശ്യം. എന്നാൽ ഈ ടോള് പൂർണ്ണമായി ഉപേക്ഷിക്കണം. കാരണം അവിടെ ഒരു തരത്തിലുള്ള സേവനങ്ങളും അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഉറപ്പാക്കുന്നില്ല, സുരക്ഷ പോലും ഉറപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഹർജിക്കാരുടെ ആവശ്യം. കളക്ടറുടെ റിപ്പോർട്ടാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി മാറുക. ഇന്ന് രാവിലെ ഏറ്റവും ആദ്യത്തെ ഐറ്റമായി തന്നെ അത് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.